DOMYMATHSിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം വേണം ഇത് കാണാനായിട്ട്. കാരണം നമ്മൾ ഫോർമുല ഒന്നും യൂസ് ചെയ്യാതെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡ് ആദ്യം ഒന്ന് ഫെമിലിയർ ആക്കാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വീഡിയോ 1 കാണണം. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നാൽ പ്രിൻസിപ്പൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് 2 ഇയേഴ്സിന് എങ്ങനെ, 3 ഇയേഴ്സിന് എങ്ങനെ, 4 ഇയേഴ്സിന് എങ്ങനെ, അതിനപ്പുറം ചോദിക്കാറില്ല. അപ്പോൾ 2 ഇയേഴ്സ്, 3 ഇയേഴ്സ്, 4 ഇയേഴ്സ് അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിരിക്കും. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് 4 ഇയേഴ്സ് തന്നെ ചെയ്യാം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The difference between the simple interest and compound interest on a certain sum of money at 10% per annum for 4 years. 4 വർഷത്തേക്ക് 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 320.50 ആണ്. 320 രൂപ 50 പൈസ. ഇത്രയാണ് ഡിഫറൻസ്. റേറ്റ് 10%, വർഷം 4. അപ്പോൾ 4 ഇയേഴ്സിന് ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എങ്കിൽ പ്രിൻസിപ്പൽ എത്ര എന്നാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ 1 കാണുക. അതിനുശേഷം മാത്രമേ ഇങ്ങോട്ട് വരാവൂ. 4 ഇയേഴ്സാണ്. വീഡിയോ 1 കണ്ടു എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്തുകയെന്ന്. 10% 4 ഇയേഴ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 10% കിട്ടും, സെക്കൻഡ് ഇയറിൽ 10% കിട്ടും, തേർഡ് ഇയറിൽ 10% കിട്ടും, ഫോർത്ത് ഇയറിൽ 10% കിട്ടും. സിമ്പിളാണെങ്കിൽ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റിന് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഫസ്റ്റ് ഇയറിൽ 10 ആണ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ 10%, 10ൻ്റെ 10% 1. അപ്പം ഇതിന് രണ്ടും കൂടെ ടോട്ടലായിരിക്കും സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. അതെല്ലാം വീഡിയോയിലുണ്ട്, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ 21 ആണ് സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ കൊടുക്കണം. അപ്പോൾ കോമ്പൗണ്ട് ആവും. 21ൻ്റെ 10%ഓ 2.1. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 3-ാം വർഷത്തെ ഇൻട്രസ്റ്റ് ഇത് രണ്ടുമാണ്. ഇതും കൂടെ കൂട്ടിയാൽ 2-ാം വർഷം വരെയുള്ള ഇൻട്രസ്റ്റിൻ്റെ കൂടെ 3-ാം വർഷത്തെ ഇൻട്രസ്റ്റായ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 3-ാം വർഷം വരെയുള്ള ഇൻട്രസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ 21 + 10 31, 2.1 കൂടെ കൂട്ടിയാൽ 33.1 ആണ് 3-ാം വർഷം വരെയുള്ള ഇൻട്രസ്റ്റ്. അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പം 3-ാം വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവും. 3-ാം വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ 10% എത്രയാണ്? 33.1ൻ്റെ 3.31 ആണ്. 3.31 ആണ്. ഇനി നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. എന്തായിരിക്കും ഡിഫറൻസ് നോക്കിയേ. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇത് 4 കൂട്ടിയാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ നോക്കിയേ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 146.41. അപ്പോൾ ഇത് സിമ്പിളാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേരുമ്പോൾ കോമ്പൗണ്ട് ആകുമെങ്കിൽ കോമ്പൗണ്ടും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ഇത് മാത്രമായിരിക്കില്ലേ? ഇത് സിമ്പിളാണ് 40%. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എന്നാൽ പിന്നെ കോമ്പൗണ്ടും സിമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് ഈ കാണുന്നതായിരിക്കും 6.41 ആണ്. സിമ്പിൾ ലോജിക്. ഇത് 40. ആ 46.41 ആണ് മൊത്തം ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൽ സിമ്പിൾ 40 ആണെങ്കിൽ അതിന് കൂട്ടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാണുന്നതായിരിക്കും സിമ്പിളും കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ 6.41% ആണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിൻ്റെ 6.41% ആണ് ഇത്രയും. 6.41% അറിയാം. ഫുൾ കിട്ടാൻ 6.41 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 320.50. അപ്പോൾ ആൻസർ നേരെ ആൻസറാണ് 320.50 ഡിവൈഡഡ് ബൈ 6.41 × 100. സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫിക്കേഷനൊക്കെ വേഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഡെയിലി ചെയ്യണം. എക്സസൈസ് വീഡിയോ ഉണ്ട്, അത് ഞാൻ ഐ ബട്ടണിൽ കാണിച്ചേക്കാം. ആ എക്സസൈസ് വീഡിയോ എടുത്ത് എക്സസൈസ് ഡെയിലി എഴുതണം. എങ്കിൽ മാത്രമേ കാൽക്കുലേഷൻസ് ഒക്കെ വേഗം പറ്റും. ഇവിടെ നോക്കിയേ, ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. ഇതേ 320.50 320 രൂപ 50 പൈസയുടെ 320ൻ്റെ ഇരട്ടി 640, 50 പൈസയുടെ ഇരട്ടി 1 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് 641. പക്ഷേ ഇവിടെ 6.41 ആണ്. എന്താ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം. ഇതിനെ അങ്ങ് 641 ആക്കും. 641/100 അല്ലേ ഇത്. ആ /100 അങ്ങ് മുകളിൽ പോകും. അപ്പോൾ 641 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ്. 320 രൂപ 50 പൈസയുടെ ഇരട്ടിയാണ്. എവിടുന്നാ? 320ൻ്റെ ഇരട്ടി 640, 50 പൈസയുടെ ഇരട്ടി 1 രൂപയാണ്. അപ്പോൾ 641. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നണമെങ്കിൽ നമ്പേഴ്സ് നല്ല ഫെമിലിയർ ആയിരിക്കണം. എക്സസൈസ് ഡെയിലി എഴുതണം. എങ്കിൽ മാത്രമേ അത് കിട്ടൂ. അത് കർശനമായിട്ട് എല്ലാവരും
ചെയ്യുക. അപ്പോൾ 320 15 641 ഒറ്റ വെട്ടാണ്. ഇത് 641/100 ആണ്. 100 അങ്ങ് മോളിൽ പോകും. അപ്പം മോളിൽ 10,000 ആയി. 10,000 by 2 എന്ന് കിട്ടും, 5000. ആൻസർ 5000. ഇങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻസ് ചെയ്യേണ്ടത്. അവിടെ ഇരുന്ന് 2 കൊണ്ട് വെട്ടി 3 കൊണ്ട് വെട്ടി ഇതൊന്നും പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി. ഒരു സമ്മിൻ്റെ 20% റേറ്റിൽ 4 വർഷത്തേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 684 ആണ്. 684 ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. റേറ്റ് 20%, വർഷം 4 years. ഇതേപോലെ ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ 20, സെക്കൻഡ് ഇയറിൽ 20, തേർഡ് ഇയറിൽ 20, ഫോർത്ത് ഇയറിൽ 20. സിമ്പിളാണ്, ഇത്രയും കിട്ടും. എന്താ കോമ്പൗണ്ടിലേക്ക് വരേണ്ടത്? ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റിന് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ്, അപ്പോൾ കോമ്പൗണ്ട് ആവും. 20യുടെ 20%, 20% 4. അങ്ങനെ 20% കിട്ടുന്നത് 10% ഇരട്ടി. 10% ഒരു സ്ഥലവും മാറ്റിയാൽ മതി. അപ്പോൾ 20യുടെ 10% 2 ആണ്. അതിന് ഡബിളാണ് 20% 4. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതണം. ഇതിൻ്റെ എല്ലാം ടോട്ടലാണ് സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. എത്ര ടോട്ടൽ? 44. സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പം തേർഡ് ഇയറിൽ കോമ്പൗണ്ട് ആവും. 44ൻ്റെ 20%, 10% 4.4 ആണ്. അതിൻ്റെ ഡബിൾ ആയിരിക്കും 20%. 4.4ൻ്റെ ഡബിൾ 8.8. ഇതും കൂടെ കൂട്ടി. അപ്പം ഇത് സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ 3-ാം വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയാൽ തേർഡ് ഇയർ വരെയുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവും. 44 + 20 64 + 8 72.8. 3-ാം വർഷം വരെയുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇതിൻ്റെ 20% ഇവിടെ കൊടുക്കുമ്പം 4-ാം വർഷത്തെ കോമ്പൗണ്ടായി. അതെല്ലാം ഫസ്റ്റ് വീഡിയോയിലുണ്ട്, കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇത് ABCD മനസ്സിലാവില്ല. 72.8ൻ്റെ 20% എങ്ങനെ കിട്ടുക? 10% 7.28 ആണ്. അതിൻ്റെ ഡബിൾ 7.28ൻ്റെ ഡബിളൊക്കെ മനസ്സിൽ നിന്ന് വരണം. 7ൻ്റെ ഡബിൾ 14 ആണ്. 28ന് 56 ആണ്. 14.56. അതിനൊന്നും വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. 20% കിട്ടാൻ 10% 7.28. അതിൻ്റെ ഡബിൾ 7 14, 28ന് 56, 14.56 കഴിഞ്ഞു. ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ എന്ന് വെച്ചാൽ ഇത് മാത്രം. ആ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടലായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതിൻ്റെ ടോട്ടലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഡിഫറൻസ് ഇതിൻ്റെ മാത്രം ടോട്ടൽ. ചുമ്മാ ഇവിടെ മാത്രം കൂട്ടിയാൽ മതി, പുറത്തൊന്നും പോകണ്ട. 6, 8 + 5 13, ബാക്കി 1, 5, 13 + 4 17, ബാക്കി 1, 20. അപ്പോൾ 27.36 ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് തന്നിട്ടുണ്ട് 684 ആണ്. 27.36% 684 ആണെങ്കിൽ 100% എത്രയേ ഉള്ളൂ? ആൻസർ 27.36 അറിയാം. 100% എത്ര എന്ന് ചോദിച്ചാൽ 27.36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 684 ഡിവൈഡ് ബൈ 27.36 ഇൻറ്റു 100. സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കൊടുക്കുക. അവിടെ 2 കൊണ്ട് 8 3 കൊണ്ട് 8 ഒന്നുമില്ല. ഇത് 684 ആണ്. 600 ഏകദേശം അതിൻ്റെ ഒരു 4 times 2400 ഒക്കെ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ 5 times ആകുമ്പോഴത്തേക്കും 3000 ആയി പോവും. ഇവിടെ 4 ആണ്. അപ്പോൾ 4നും 5നും ഇടയ്ക്കാണ് ആൻസർ, ഉറപ്പാണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ഒന്ന് നോക്കണം. നോക്കി 16 ബാക്കി 1 32 33 ബാക്കി 3 24 27. കൃത്യം 4 times ആണ്. ഒറ്റ വെട്ട്. ഈ ഡെസിമൽ ഇല്ലെങ്കിൽ 4 times ആണ്. ഡെസിമൽ എങ്ങനെ മാറ്റുന്നത്? ബൈ 100 അങ്ങ് കൊടുക്കും. 2736 ബൈ 100. 100 അങ്ങ് മോളിൽ പോകും. മോളിൽ 10,000. മോളിൽ 10,000വും ഇത് രണ്ടും വെട്ടി ഇവിടെ 4ഉം വരും. 10,000 ബൈ 4 2500. ഇങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ വേണ്ടത്. 2500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5% ആണ് റേറ്റ്. ഡിഫറൻസ് 300. കുറേ ക്വസ്റ്റ്യൻ സിമിലർ ഞാനങ്ങ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഫെമിലിയർ ആക്കാവോ അത്രത്തോളം ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. നിങ്ങൾ സിമിലർ ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റേറ്റ് 5%, ഡിഫറൻസ് 305. Difference between simple interest and compound interest on a certain sum of money at 5% per annum for 3 years is rupees 305. പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം 5 yearsന് 5% വെച്ച് 3 years വെറുതെ അങ്ങ് എഴുതുക. 5 3 വർഷത്തെ സിമ്പിളായി. ഈ 5ൻ്റെ 5% 0.25 അതിവിടെ കിട്ടുമ്പം കോമ്പൗണ്ടിങ് ആയി. ഇതിൻ്റെ ടോട്ടൽ സെക്കൻഡ് ഇയർ വരെയുള്ള ഇതിൻ്റെ ടോട്ടൽ 10.25
25 സെക്കൻഡ് ഇയർ വരെയുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൻ്റെ 5% കൊടുക്കുമ്പം തേർഡ് ഇയറിലെ കോമ്പൗണ്ട് ആവും. 5% എങ്ങനെ കിട്ടുക? ഒരു സാധനം ഇപ്പുറത്തോട്ട് മാറ്റുക, 1.025 എന്ന് വരും. 5% കിട്ടാൻ ഒരു സാധനം ഇപ്പുറം മാറ്റുമ്പോൾ 10%. അതിൻ്റെ പകുതി കഴിഞ്ഞാൽ മതി. 1.025ൻ്റെ പകുതി 1 പോയിൻറ്റ്, ഡെസിമൽ ഇപ്പുറത്താണെന്ന് വിചാരിക്കുക, 1 പോയിൻറ്റ്. അപ്പം പകുതി എടുക്കുമ്പം 0. 10ന് 5, 2ന് പകുതിയാണ് എഴുതുന്നത്. 10ന് 5, 2ന് 1, 5ന് 2, ബാക്കി 1, 10ന് 5, 5.125. അതൊക്കെ ഇങ്ങനെ ഇട്ട് ഡിവൈഡ് ചെയ്ത് ശരിക്കണം. ഈ 10നാണ് 5, 2ന് 1, പകുതിയെ 10% എടുക്കാൻ വെച്ചാൽ ഒരു സാധനം ഇപ്പുറം. ഒരു സാധനം ഇപ്പുറം പോകുമ്പോൾ 1 പോയിൻ്റ് ആയി. അതാ 0 പോയിൻ്റ് എന്ന് എഴുതിയത്. 1ൽ 2 ഇല്ലാത്തതുകൊണ്ട്. 10ൽ 5, 2ൽ 1, 5ൽ 2, പകുതി എഴുതാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ൽ 2 കൊണ്ട് ബാക്കി 1, 1ൽ 0 കൊടുക്കുമ്പോൾ 10, 10ന് 5, അങ്ങനെ ഡിവൈഡ് ചെയ്യണം. അത് തന്നെ വരച്ച് കെട്ടിടമൊക്കെ വരച്ച് ഒന്നും വേണ്ട, ഇങ്ങനെ ചെയ്യണം. എന്തായിരിക്കും ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടലാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചാൽ ഇത് മാത്രമാണ്. അപ്പോൾ ഡിഫറൻസ് വെച്ചാൽ ഇത് മാത്രം കൂട്ടിയാൽ മതി. അവിടെയൊക്കെ കണ്ടു, ചുമ്മാ ഇത് മാത്രം കൂട്ടുക. 2567 0.7625%. ഇതായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. അത് 305 ആണ്. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ 0.7625% ആണ് 305. 100% എത്ര? ആൻസർ 305 divided by 0.7625 into 100. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. 75 into 4 300 ആണെന്ന് അറിയാം എല്ലാവർക്കും. അറിയണം. 75 into 4 5 ഡബിൾ ആണ്. 75ൻ്റെ ഇരട്ടി 150യുടെ ഇരട്ടി 300. 75 into 4 300 ആണ്. അത് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തുണ്ട് 76.25, പിന്നെ 1.25ൻ്റെ 4 times 5 ആണ്. അതാണ് 305. ഇപ്പോൾ 76.25ൻ്റെ 4 times ആണിത്. അപ്പോൾ ഒറ്റ വെട്ടിയാൽ 4 എന്ന് കിട്ടും. എങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് അപ്പുറത്തായിരുന്നെങ്കിൽ. അപ്പം 76.25 by 100 ആണിത്. ഇപ്പോൾ 76.25 2 ഡെസിമൽ നമ്മൾ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് by 100 എഴുതുന്നു. ആ by 100 മോളിൽ പോകും, 10,000 ആവും. 10,000 അപ്പോൾ മോളിൽ 10,000 ആയി. 76.25ഉം 305 ഒറ്റ വെട്ട് 4 times കിട്ടും. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞു. ആ 4ഉം ഈ 10,000 ചേർന്ന് 40,000. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ റേറ്റ് 16 and 2/3. ക്വസ്റ്റ്യൻ സെയിം ആണ്, ഞാൻ വീണ്ടും വായിക്കുന്നില്ല. 16 and 2/3% ആണ് for 3 years. ആ ഡിഫറൻസ് 380 ആണ്. 3 ഇയേഴ്സിന് ഈ റേറ്റിൽ 380 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എങ്കിൽ പ്രിൻസിപ്പൽ എത്രയാണെന്ന് ചോദ്യം. ഈ 16 and 2/3% വല്ല പിടിയുണ്ടോ? എക്സസൈസ് വീഡിയോ ഉള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്കും ഡെയിലി എക്സസൈസ് എഴുതുന്നവർക്ക് അറിയാം ഇത് 1/6 ആണ്. അല്ലാത്തൊരു സിംപ്ലിഫൈ നോക്കിയാൽ മതി, 1/6 എന്ന് കിട്ടും. അതെല്ലാം ഫെമിലിയർ ആക്കിയിരിക്കണം. അതിന് ഡെയിലി എക്സസൈസ് എഴുതണം. അപ്പോൾ ഇത് 1/6 ആണ്. 1/6 ആണ് 3 വർഷത്തേക്ക്. ഇവിടെ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഇട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ പെർസെൻറ്റേജ് അങ്ങ് മാറ്റി ഫ്രാക്ഷൻ ആക്കി വെച്ചാൽ മതി. ഫസ്റ്റ് ഇയറിൽ 1/6, സെക്കൻഡ് ഇയറിൽ 1/6, തേർഡ് ഇയറിൽ 1/6. ഇതാണ് സിമ്പിൾ. ഇനി കോമ്പൗണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റിന് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് 1/6ൻ്റെ 1/6, 1/36. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ. ഈ ഫ്രാക്ഷനൊക്കെ കണ്ടാൽ ടോട്ടൽ ചെയ്യാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് നേരത്തെ എഴുതിയാൽ LCM എടുത്ത് കൂട്ടാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഇട്ടുകൊണ്ട് കൂടി ശീലിക്കണം. 6, 6, 6, 36 ആണ് LCM. പടിയിൽ 36 ആണ്. ഇനി ഓരോന്നിനും LCM കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ എഴുതേണ്ടത്. ഇവിടെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 6 കിട്ടും. 36 വെട്ടിപ്പോയിട്ട് ഇവിടെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 36 6 വെട്ടിപ്പോൾ 6 കിട്ടും. അപ്പോൾ ഇവിടെയും 6, ഇവിടെയും 6. ഇവിടെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 1 കിട്ടും. അപ്പോൾ 6 + 6 + 1 13/36. അങ്ങനെ ഇവിടെ ഇട്ടും ടോട്ടൽ ചെയ്യാൻ ശരിക്കണം. അത് ഞാൻ വേറെ പോയി 1/6 + 1/6 + 1/36 എന്ന് എഴുതാൻ പാടില്ല. മോശമാണതൊക്കെ. അതിൻ്റെ കാര്യമില്ല. 36 LCM. ഇവിടെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒറ്റ വിടും 6 കിട്ടും. അപ്പോൾ ഇവിടെയും 6 കിട്ടും, ഇവിടെ 1 കിട്ടും. 6 + 6 + 1 13/36. അങ്ങനെ എഴുതണം. ഇനി അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിൻ്റെ 1/6. ഇതിൻ്റെ 1/6 എന്ന് വെച്ചാൽ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ. 36 × 6 216 ആണ്. 6³ 216. അപ്പോൾ 13/216. 13/216. പിന്നെ കണ്ടു എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മാത്രം ടോട്ടലാണ്. ഇവിടെ എല്ലാം കണ്ടതാണ്. ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. ഇത് തമ്മിൽ കൂട്ടാൻ LCM 216 ആണ്. ഇവിടെ 216 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 36 × 216 ഒറ്റ വിട്ട്
6 എന്ന് കിട്ടും. 6 + 13 19/216. അപ്പം പ്രിൻസിപ്പലിൻ്റെ 19/216 ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതെല്ലാം ചേരുന്നതാണ് കോമ്പൗണ്ട്, ഇത് മാത്രം സിമ്പിളാണ്. അപ്പോൾ ഡിഫറൻസ് ഈ കാണുന്നതായിരിക്കും, കൂട്ടി കുറയേണ്ട ആവശ്യമില്ല, ഇതായിരിക്കും ഡിഫറൻസ്. അപ്പം പ്രിൻസിപ്പലിൻ്റെ 19/216 ആണ് ഇത്രയുമെങ്കിൽ പ്രിൻസിപ്പൽ എത്രയാണെന്ന് ചോദിച്ചാൽ 19/216 അറിയാം. ഫുള്ള് കിട്ടാൻ ഇങ്ങനെ തിരിച്ചങ്ങിട്ടാൽ മതി. ആൻസർ = 380 × 216/19. സിംപ്ലിഫൈ ചെയ്താൽ മതി. 19 38 ഒറ്റ വിട്ട് 20 കിട്ടും. 20 × 216, 2 × 216 432 ആണ്, 4320, 4320. ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റായിട്ട് ചെയ്താൽ വളരെ എളുപ്പമാണ് ഇതെല്ലാം. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് നല്ല ഫെമിലിയർ ആയിരിക്കണം. എക്സസൈസ് ഡെയിലി എഴുതും എല്ലാവരും. 52 മിനിറ്റ്സ് എക്സസൈസ് വീഡിയോ ഉണ്ട്, ഞാൻ വളരെ മെനക്കെട്ടുണ്ടാക്കിയ വീഡിയോ ആണ്. അത് നിങ്ങൾ കുത്തിയിരുന്ന് കാണുക, കണ്ടിട്ട് ഡെയിലി എക്സസൈസ് എഴുതുക. ഡെയിലി അത്രയും സമയം വേണ്ടി വരും എഴുതാനായിട്ട്. നല്ല ഫാസ്റ്റായി കഴിയുമ്പോൾ 15 നിങ്ങൾ 15 മിനിറ്റ്സിൽ എക്സസൈസ് എഴുതുന്നു, അന്ന് മാത്രമേ നിങ്ങൾക്ക് നമ്പേഴ്സ് ഫെമിലിയർ ആവൂ, അന്ന് മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റൂ. ഇതെല്ലാം ആവശ്യമാണ്. ആവശ്യമുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് എത്തേണ്ടിടത്ത് എത്താൻ പറ്റൂ. കുറച്ച് കഷ്ടപ്പെടണം. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 years ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി അറ്റ് 12.5% for 3 years is ₹500. 500 ആണ് ഡിഫറൻസ്. 12.5% ആണ് റേറ്റ് ഫോർ 3 years. ഡിഫറൻസ് ഇതാണ്. പ്രിൻസിപ്പൽ എത്രയാണ്? ഈ 12.5% എന്താണ്? 1/8 ആണ്. 25% 1/4 അല്ലേ, അതിൻ്റെ പകുതിയാണ് 12. ഇതെല്ലാം എക്സസൈസിലുണ്ട്. 25% 1/4 ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പകുതിയാണ് 12.5%. അപ്പോൾ 12.5% എന്ന് വെച്ചാൽ 1/8 ആണ്. 25% 1/4 ആണ്, അതിൻ്റെ പകുതി 1/8. 12.5% 25%ൻ്റെ പകുതി, അപ്പോൾ 1/4ൻ്റെ പകുതി 1/8. അപ്പോൾ ഇതിന് പകരം 1/8 അങ്ങിട്ടാൽ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. കഴിഞ്ഞതുപോലെ 3 yearsന് ഫസ്റ്റ് ഇയറിൽ 1/8, സെക്കൻഡ് ഇയറിൽ 1/8, തേർഡ് ഇയറിൽ 1/8. ഫസ്റ്റ് ഇയറിൽ 1/8ന് സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടും. 1/8ൻ്റെ 1/8 1/64. ഇതിൻ്റെ ടോട്ടൽ അതായിരിക്കും സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. എങ്ങനെ ടോട്ടൽ ചെയ്യുന്നത് നേരത്തെ കണ്ടു. 8, 8, 8 ഇത് മൂന്നും കൂടെയാണ് കൂട്ടേണ്ടത്. 1/8, 1/8, 1/64. 8, 8, 64ൻ്റെ LCM 60. അപ്പോൾ അടിയിൽ 64. ഇവിടെ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 8 അങ്ങ് കിട്ടിയപ്പോൾ മുകളിൽ 8 കിട്ടും. അപ്പോൾ ഇവിടെ 8 കിട്ടും. 8 + 8 16 + 1 17. അങ്ങനെ വേണം ചെയ്യാൻ. 17/64 ഒക്കെ ഇപ്പോൾ ഇങ്ങനെ വരച്ച് 64 എടുത്ത് അത് ചെയ്ത് ഇത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ഒന്നും വേണ്ട. വെറുതെ 64 ആണ് LCM അടിയിൽ. ഇവിടെ 64 ഉണ്ട്. ഇവിടെ ഇമാജിൻ ചെയ്യുക, 64 നമ്മൾ വെച്ച് കൊടുത്താൽ മതി, 8 എന്ന് കിട്ടും. അവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. 8 + 8 16 + 1. ഇവിടെ 64 വെച്ച് വെട്ടിയും പോകത്തില്ലേ, +1 17. 17/64. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇയർ വരെയുള്ള ഇൻട്രസ്റ്റ്. അതിൻ്റെ 1/8. ഇതിൻ്റെ 1/8 അടിയിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ. 64 × 8 8 ക്യൂബ് 512. ഇപ്പോൾ പഠിക്കണം. 64 × 8 512. അപ്പോൾ 17/512. ഈ ടോട്ടലാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെല്ലാം കണ്ടു. അപ്പോൾ ഇത് തമ്മിൽ ടോട്ടൽ ചെയ്യണം. 64ൻ്റെയും 512ൻ്റെയും LCM 512. ആ 512 ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. 512 64 അങ്ങ് കിട്ടും. അപ്പോൾ ഇവിടെ 8 കിട്ടും. ഇവിടെ 17 തന്നെ. 8 + 17 25. 25/512. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അത് 500 ആണ്. അപ്പം പ്രിൻസിപ്പലിൻ്റെ 25/512 അറിയാം. ഫുൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ മതി. ആൻസർ 500 × 500 ഇതിനെ തിരിച്ചിടുക. ഇത്ര 25/512 അറിയാം. ഫുൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, തിരിച്ചങ്ങോട്ട് കൊടുക്കുക. 512/25. 25 500 ഒറ്റ വിട്ട് 25 15 ഇവിടെ ഇപ്പോൾ 2 അല്ലേ, 20 × 512. അപ്പോൾ 512ൻ്റെ ഇരട്ടി ഒരു 0. 512ൻ്റെ ഇരട്ടി 1024. ഒരു 0 1240. 10,240. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ഓഫ് മണി അറ്റ് 8% per annum for 2 years. 2 years വളരെ സിമ്പിളാണ്. ഈസ് 192 റുപ്പീസാണ് റേറ്റ്. 8% ഫോർ 2 years. വളരെ സിമ്പിൾ. ഫസ്റ്റ് ഇയറിൽ 8%, സെക്കൻഡ് ഇയറിൽ 8%. ഫസ്റ്റ് ഇയറിൽ 8ൻ്റെ 8% ഇവിടെ കോമ്പൗണ്ട് ആയിട്ട് കിട്ടും. 8ൻ്റെ 8% 0.6
0.64 കഴിഞ്ഞു. 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ഡിഫറൻസ് 0.64. അപ്പോൾ 0.64 ആണ്, 0.64% ആണ്. ഇവിടെ പെർസെൻറ്റേജ് ആണ്, മറ്റെല്ലാം ഫ്രാക്ഷനാണ്. 0.64% ആണ്. 100% എത്രയാണെന്ന് ചോദിച്ചാൽ ഇതേ ബൈ 0.64 × 100. ആൻസർ 192/0.64 × 100. സിംപ്ലിഫൈ വെച്ച് കൊടുത്താൽ മതി. 64 × 3 അല്ലേ ഇത്? 3 × 4 12 1 yes. അപ്പോൾ ഇത് 64/100 എന്ന് വിചാരിക്കും. ആ 100 അങ്ങ് മുകളിൽ പോകും, 10,000 ആവും. 10,000 64 192 മതി. 3 × 10,000 30,000. ആൻസർ 30,000. ഇങ്ങനെ വേണം സിംപ്ലിഫിക്കേഷൻ എല്ലാം ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 6% റേറ്റിൽ 2 ഇയേഴ്സിന് ഡിഫറൻസ് 10 രൂപ 80 പൈസ. 1080 10 രൂപ 80 പൈസ. റേറ്റ് 6%. വർഷം 2 ഇയേഴ്സ്. അപ്പോൾ 6% ഫസ്റ്റ് ഇയറിൽ, 6% സെക്കൻഡ് ഇയറിൽ. ഫസ്റ്റ് ഇയറിൽ 6ൻ്റെ 6% 0.36 കഴിഞ്ഞു. 2 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ഡിഫറൻസ് 0.36. 0.36% ഇത്രയാണെങ്കിൽ ഫുൾ എത്രയാണെന്ന് വെച്ചാൽ ബൈ 0.36 × 100. ആൻസർ 10.80 ബൈ 0.36 × 100. 36 × 3 108. ഇവിടെ 2 ഡെസിമൽ, ഇവിടെ 2 ഡെസിമൽ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളയാം. 2 ഡെസിമലും പോയി. 36 × 108 എന്ന് വെച്ചാൽ അപ്പം 36ഉം 108ഉം ഒറ്റ വെട്ട് 3 ഈ 0 കഴിഞ്ഞപ്പോൾ 30 ആയി. 2 0 കഴിഞ്ഞപ്പോൾ 3000. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് ചെയ്യണം. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 ഇയേഴ്സ് ആയിക്കോട്ടെ, 3 ഇയേഴ്സ് ആയിക്കോട്ടെ, 4 ഇയേഴ്സ് ആയിക്കോട്ടെ. ഈവൻ 5 ഇയേഴ്സ് ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യാം? ഒന്നും ചോദിക്കത്തൊന്നുമില്ല. മാക്സിമം 4 ഇയേഴ്സ്, അതിനപ്പുറം ചോദിക്കില്ല. ഫോമിൽ എവിടെ ചെയ്യാനാണെങ്കിൽ 4 ഇയേഴ്സൊക്കെ എങ്ങനെ ചെയ്യും? 3 ഇയേഴ്സും പോലും വെള്ളം കുടിക്കും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് വീഡിയോ കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, ഫുള്ളി ഫ്രീ ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നിലധികം വീഡിയോസ് വിട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പ്ലേലിസ്റ്റായിട്ട് ചാനലിൽ കിടപ്പുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. ചാനലിൽ കയറി പ്ലേലിസ്റ്റ് നോക്കിയാൽ ഒന്നിലധികം വീഡിയോസ് പല ചാപ്റ്റേഴ്സിൽ നമ്മൾ വിട്ടിട്ടുണ്ട്. അതെല്ലാം ക്രമത്തിൽ മാത്രം പഠിക്കുക. പതുക്കെ കൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യും. കുറച്ച് കാലം എടുക്കും. അതുവരെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വീഡിയോസ് അങ്ങനെ കാണുക. ഒരുമിച്ചുള്ള വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ആ പ്ലേലിസ്റ്റ് ഉള്ളതെല്ലാം നിങ്ങൾ ഓർഡറിൽ മാത്രം പഠിക്കുക. ടൈം ആൻഡ് വർക്ക് 7-8 വീഡിയോ ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് 6 വീഡിയോസ് ഉണ്ട്. ഇതെല്ലാം ക്രമത്തിൽ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന് ഒന്നും ആവശ്യം വരില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഏത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറിയാൽ കിട്ടും. 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമായി കഴിഞ്ഞു. നിങ്ങൾ ഈ ചാനൽ പ്ലസ് ഗ്രൂപ്പ് ഒരു ക്ലാസ് റൂമായിട്ട് ഉപയോഗിക്കുക. ഞാനിതിനെ ക്ലാസ് റൂം പോലെയാണ്. ഞാൻ ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെയാണ് ഈ വീഡിയോ ചെയ്യുമ്പോഴും നിൽക്കുന്നത്. ഈ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഇരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് വീഡിയോസിൽ ചെയ്യുന്നത്. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നു, ക്ലാസ്സിൽ ഇവിടുത്തെ കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കുന്ന പോലെ നിങ്ങൾ ഗ്രൂപ്പിൽ ഡൗട്ട്സ് ചോദിക്കുന്നു. ഗ്രൂപ്പിൽ ഞാൻ ക്ലാസ്സിൽ പറയുന്ന അതേപോലെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു റിയൽ ക്ലാസ് റൂം ഇഫക്റ്റ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ പ്ലസ് ഗ്രൂപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ പറ്റൂ. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചാനൽ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പലയിടത്തായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഒന്ന് പരതി നോക്കിയാൽ ലിങ്ക് കിട്ടും. കിട്ടാത്തവരവിടെ ചോദിച്ചാൽ അപ്പോൾ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിടും. ആ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് സിമ്പിൾ ഡൗട്ടും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. 1/2 + 1/3 അറിയാത്തവരുണ്ട് ചോദിച്ചാൽ ഞാൻ ചെയ്തു തരും. അത് സംശയം വേണ്ട. അവിടെ നല്ല മിടുക്കർ കുട്ടികളുണ്ട്, അവരും ചെയ്തു തരും. ഞാൻ ഇല്ലാത്ത സമയത്ത് അവരും ചെയ്യും. ഒന്നുകൊണ്ടും അറിയേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ പോകാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ക്ലാസ് നിങ്ങളുടെ വീട്ടിൽ വരും. ക്ലാസ് റൂം നിങ്ങളുടെ വീട്ടിൽ വരും. ജോലിക്കൊക്കെ പോകുന്നവർ ഈ വീഡിയോയും ഗ്രൂപ്പും നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഫുൾ ടൈം പഠിക്കുക. ജോലി കിട്ടും, ഒരു സംശയമില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്.